4 സ്പൂൺ ഗോതമ്പ് പൊടി എടുത്ത് കലക്കിയപ്പോൾ കിട്ടിയ സാധനമാണിത്. ഇതിനകത്ത് മുഴുവൻ റബ്ബറാണ്. റബ്ബർ പോലെ തന്നെ ഞങ്ങളത് കഴുകിയെടുത്ത് കാണിച്ചിരിക്കുന്നതാണ്. അതിനകത്ത് മുഴുവൻ റബ്ബറാണേ. രാവിലെ ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഗോതമ്പ് പൊടി എടുത്തത്. ഗോതമ്പ് പൊടി എടുത്ത് കലക്കിയിട്ട് ഞങ്ങൾ മിക്സിയിൽ അരച്ച് നോക്കിയപ്പോഴത്തേന് ഇത് അങ്ങ് മിക്സ് ആകുന്നില്ല. മിക്സ് ആകാതെ വന്നപ്പോൾ ഇതിങ്ങനെ നൂല് പോലെ കിടക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ വാരി നോക്കിയപ്പോൾ മുഴുവനും അതിനകത്ത് റബ്ബർ പോലെ. കൊച്ചാണെങ്കിൽ രാവിലെ കാപ്പിക്ക് കഴിച്ചിട്ട് പോയതും സ്കൂളിൽ കൊണ്ടുപോയതും ഇതാണ്. രാവിലെ കഴിച്ചപ്പോൾ തന്നെ അവനൊരു വയറുവേദന പറഞ്ഞു. അത് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. ഞങ്ങളിത് ആശീർവാദ ആട്ടപ്പൊടിയാണല്ലോ ഏറ്റവും നല്ലത് എന്ന് ഓർത്തുകൊണ്ട് എന്നും മേടിക്കുന്നതല്ലേ. അതെ, ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഇത് തന്നെയാണ്. തീരുമ്പോൾ എളുപ്പത്തിന് ഇത് മേടിച്ച് കലക്കി ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം മേടിച്ചപ്പോൾ ഇത് വളരെയധികം കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആകാതെ കിടന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സംശയം തോന്നിയതുകൊണ്ട് അങ്ങനെ വാരി നോക്കിയതാണ്. മുഴുവൻ റബ്ബറാണ്. ബബിൾക്കം പോലെയൊക്കെ ഇരിക്കില്ലേ? എന്നതായത് സാധനം പ്ലാസ്റ്റിക്കാണോ? അല്ല, കൊച്ചനും കൊടുത്തു വിട്ടു. ഇത് കണ്ടോ? റബ്ബർ പോലെ അല്ലേ? മൈദയൊന്നും അല്ല. ഇത് ആദ്യം ഞങ്ങൾ ഓർത്ത് മൈദ മിക്സ് ചെയ്താന്ന്. പക്ഷെ ഇത് മൈദയൊന്നും അല്ല, ഒരുമാതിരി റബ്ബർ പോലെ. ദൂരെ ഒഴിക്കാം. നമ്മളൊരു വീട്ടിൽ ഒരു നേരത്തെ കാപ്പിക്ക് എടുക്കുമ്പോൾ എന്തുമാത്രം കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം. ഇത് പ്ലാസ്റ്റിക്, ഇത് ഈ ബബിൾക്കം പോലെ തനിയൊരു ബബിൾക്കം തന്നെ. ഇല്ല, 0% മൈദ ഇല്ലെന്ന് തന്നെ അവർ പറയുന്നത്. ഇത് മൈദയും അല്ല. മൈദ ശരിയാ അവർ പറയുന്നത്. മൈദയല്ല, വേറെ എന്തുവാ. ഇത് ഇപ്പോൾ ഇതിനകത്ത് പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന സാധനമാണേ. മനുഷ്യനെ കൊല്ലാൻ തന്നെയാണ്. മനുഷ്യനെ കുഞ്ഞുങ്ങളൊക്കെ തിന്നുന്നതല്ലേ ഇത്. തിന്നുന്നത് ലൂസാക്കാം. ഇതിനകത്തെ കാണിച്ചു കൊടുക്കാം. 2 സ്പൂൺ ഇത് തനി റബ്ബർ ബോള്. 0% മൈദ, 100% ആട്ട. 0% മൈദയും ബാക്കി റബ്ബറും ആയിരിക്കും. പാല് അയ്യോ, റബ്ബർ പാല് ഒഴിച്ച് കട്ടയാക്കി. റബ്ബർ പാല് പിണ്ടിയാക്കുകയല്ലേ, അതുപോലെ. കൊടുക്കല്ലോ എൻ്റെ ദൈവമേ. 3 എണ്ണം തിന്ന് 2 എണ്ണം. അയ്യോ, ഇത് മൈദയാണോ ഇങ്ങനെയാണോ? അല്ല, മൈദയും കൂടെ മിക്സ് വരും ചില പൊടിക്കകത്ത്, ലൂസിനകത്ത്. പക്ഷെ ഇത് മൈദയല്ല. അത് മൈദ മിക്സ് അല്ല, വേറെ. 200 ഗ്രാം പൊടി എടുത്തതിനകത്ത് ഇത് റബ്ബർ. ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി. അവൻ രാവിലെ വയറുവേദന പറഞ്ഞു ദോശ തിന്നു കഴിഞ്ഞപ്പോൾ. വയറുവേദന അതുകൊണ്ടാണോ ആർക്കറിയാം. നീട്ടി വലിച്ചേമേ. തനി റബ്ബർ, എൻ്റെ ദൈവമേ.